അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, അപ്പം യൂഷ്വലി അഡീനം പ്ലാന്റ്സ് മേടിക്കുമ്പോൾ റോസാ ചെടികളൊക്കെ നിങ്ങൾക്ക് അറിയാം, പൂക്കൾ പോയി കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടുതൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി. അപ്പം അഡീനം പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഇതിന്റെ പൂക്കൾ വരുമ്പോൾ യൂഷ്വലി ഇത് കൂടുതൽ കണ്ടുവരുന്നത് മഴക്കാല, അതായത് മൺസൂൺ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതൽ ഈ കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇതിന്റെ തണ്ടുകൾ ഇങ്ങനെ ചീഞ്ഞു പോകുന്നു. അപ്പൊ യൂഷ്വലി ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് ഈ ഒരു ചെടി ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചതാണ്. ഈ ഒരു ചെടി കണ്ടോ, ഇത് നല്ല ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറിംഗ് ആണ്. ഇതൊരു നമുക്കൊരു 10-15 ദിവസം ഒരു അഡീനം പ്ലാന്റ്സിന്റെ ഫ്ലവറിംഗ് നമുക്ക് നിൽക്കാറുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡാമേജ് ആവാനായി. ഈ ഒരു സ്റ്റേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അടർത്തി ഇത് കളഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ പൂവിന്റെ ചീച്ചിൽ വന്നിട്ട് ഇതിന്റെ തണ്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇത് മൊത്തത്തിൽ ഇതിന്റെ ബ്രാഞ്ചസ് തന്നെ ചീഞ്ഞു പോകാൻ കാരണമാവും. അപ്പൊ ഇൻ കേസ് അങ്ങനെ ഒരു ചീച്ചിൽ വന്നാൽ പോലും നിങ്ങൾ ആ ചീച്ചിൽ വന്നിരിക്കുന്ന അവിടെ തൊട്ട് ഇതിന്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നമ്മുടെ പ്ലാന്റ്സ് ബാക്ക് ടു സ്റ്റേജ് വരുന്നതായിരിക്കും, പുതിയ ബ്രാഞ്ചസ് വരുന്നതായിരിക്കും. ഇൻ കേസ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തോളാം, ആ പൂ ചീത്തയായിട്ടുള്ള പൂ അടർത്തി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയും നിങ്ങളുടെ പ്ലാന്റിന് ഉണ്ടാവില്ല. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, യൂസ്ഫുൾ ആയിരിക്കും.